ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ് 2024 ജൂൺ മാസത്തിലെ പത്രത്തിൽ നിന്നും അക്ഷരമുറ്റം പതിപ്പിൽ നിന്നും എടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പീറ്റർ വോലേബെൻ. ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയായ വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതത്തിൻ്റെ രചയിതാവ് സ്മിത മീനാക്ഷി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26. രാജ്യസഭയുടെ നേതാവായി നിയമിക്കപ്പെട്ടത് ആരാണ്? JP നദ്ദ. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു? ജൂൺ 24. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി എന്ന് വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഫംഗസിനെ കുറിച്ച്. എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം? മധ്യപ്രദേശ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭ സ്പീക്കർ ആരാണ്? ഓം ബിർള. കുദ്രമുഖ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കർണാടക. നമ്മുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനം രക്തമാണ്? 8%. ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? കാൾ ലാൻഡ്സ്റ്റൈനർ. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ രക്തം സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലം ഏത്? രക്തബാങ്കുകൾ. ചിത്രലേഖ എന്ന നോവൽ രചിച്ചത് ആരാണ്? P. വത്സല. സ്കൂൾ ഇൻ എ ബോക്സ് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ആസാം. ജയ്പൂർ, മൈസൂർ, മലപ്പുറം എന്നിവയ്ക്ക് ശേഷം ക്രാഫ്റ്റ് സിറ്റിയായി അംഗീകരിക്കപ്പെടുന്ന 4ാമത്തെ ഇന്ത്യൻ നഗരം? ശ്രീനഗർ. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം? ബംഗ്ലാദേശ്. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ ആന്വിറ്റി പദ്ധതി? ജീവാനന്ദം. ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് എത്ര മാസം കൂടുമ്പോൾ രക്തദാനം ചെയ്യാൻ സാധിക്കും? 3 മാസം കൂടുമ്പോൾ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവെത്ര? 55%. തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പാക്കാനും ഉള്ള റെയിൽവേയുടെ പദ്ധതി? മേരി സഹേലി. വ്യോമസേനയിലെ ആദ്യ മലയാളി വനിതാ അഗ്നിവീർ ആരാണ്? മേഘ മുകുന്ദൻ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി സാമ്പിളുകൾ ശേഖരിച്ച ചൈനയുടെ ഉപഗ്രഹം? ചാങ് E6. ഇന്ത്യയിൽ ആദ്യമായി നായയ്ക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തത് എവിടെയാണ്? ഡൽഹിയിൽ. തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ഏത്? അമരാവതി. ചങ്ങമ്പുഴയുടെ ആത്മസുഹൃത്ത് ആരായിരുന്നു? ഇടപ്പള്ളി രാഘവൻപിള്ള. ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മരണത്തിൽ അനുശോചിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യം ഏത്? രമണൻ. ജയദേവ കവിയുടെ ഏത് കൃതിയുടെ മലയാള പരിഭാഷയാണ് ചങ്ങമ്പുഴയുടെ ദേവഗീത? ഗീതാ ഗോവിന്ദത്തിൻ്റെ. ചങ്ങമ്പുഴയുടെ ജന്മസ്ഥലം? ഇടപ്പള്ളി. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം 2024 പ്രമേയം എന്ത്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വളർച്ചാ പ്രതിരോധം. 2024 ആഗോള പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യ.
ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? അമ്മയുടെ പേരിൽ ഒരു മരം. 1000 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച ആദ്യ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? റഷ്യക്കാരനായ ഒലേഗ് കൊനേനിങ്കോ. 2024 ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരാണ്? ബീഹാറിൽ നിന്നുള്ള ശാംഭവി ചൗധരി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ചത്? തൃശൂർ മണ്ഡലത്തിൽ നിന്ന്. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക ആര്? സുനിത വില്യംസ്. കാസ എന്ന ബഹിരാകാശ ഏജൻസി ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യം? ദക്ഷിണ കൊറിയ. ഇസ്രായേലി പൗരന്മാരെ നിരോധിച്ച രാജ്യം ഏതാണ്? മാലദ്വീപ്. 18ാം ലോക്സഭയിൽ എത്ര പുതിയ MPമാരുണ്ട്? 280. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രപതി 17ാം ലോക്സഭ പിരിച്ചുവിട്ടത്? ആർട്ടിക്കിൾ 85. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? കൊടിക്കുന്നിൽ സുരേഷ്. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ എല്ലാ ഗുണനിലവാര പരിശോധനകളും ജൂൺ 7 മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ലൈഫ്. കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ആരാണ്? N കൃഷ്ണകുമാർ. 18ാം ലോകസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം? 7. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക B രാജീവ്. NDA സർക്കാരിൽ സുരേഷ് ഗോപി MPക്ക് എന്ത് വകുപ്പാണ് നൽകിയത്? ടൂറിസം ആൻഡ് പെട്രോളിയം സഹമന്ത്രി സ്ഥാനം. ഗ്രീൻ ഹൈഡ്രജൻ വാലി നടപ്പിലാക്കുന്ന കേരളത്തിലെ 2 നഗരങ്ങൾ? കൊച്ചി, തിരുവനന്തപുരം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യം? പനാമ. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 500 വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം തിരികെ നൽകാൻ ഒരുങ്ങുന്ന UK-യിലെ സർവകലാശാല ഏത്? ഓക്സ്ഫോർഡ് സർവകലാശാല. 49ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ തീപിടുത്തം ഉണ്ടായ രാജ്യം? കുവൈറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വീണ്ടും നിയമിതനായത് ആരാണ്? PK മിശ്ര. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയാൻ AI സ്മാർട്ട് ഫെൻസിംഗ് ആരംഭിക്കുന്ന സംസ്ഥാനം? കേരളം. 10 ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? കെനിയ. തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായതാര്? MN കാരശ്ശേരി. ഗാന്ധിജിയുടേതടക്കം ഇന്ത്യാ ചരിത്രത്തിലും സംസ്കാരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ 15 നേതാക്കളുടെ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന പാർലമെൻറ്റ് വളപ്പിലെ സ്ഥലം അറിയപ്പെടുന്നത്? പ്രേരണാസ്ഥൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച സംസ്കൃത പണ്ഡിതൻ? KG പൗലോസ്. മലയാള ഭാഷയിൽ സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ അവാർഡ് 2024 നേടിയത് ആരാണ്? ശ്യാം കൃഷ്ണൻ R. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തതോടെ ആ മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കുന്നത്? പ്രിയങ്ക ഗാന്ധി. ഇന്ത്യൻ റെയിൽവേ ആദ്യ ട്രയൽ റൺ പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതാണ്? ചെനാബ് റെയിൽ പാലം. ചെനാബ് നദീതടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉണ്ണി അമയമ്പലം.